ഐസ്ക്രീമിൽ വൈവിധ്യമാർന്ന രുചിഭേദങ്ങൾ ഒരുക്കുകയാണ് KR അജീഷ് എന്ന എഞ്ചിനീയർ. പുട്ട് ഐസ്ക്രീമിനു ശേഷം ട്രെൻഡായി മാറുകയാണ് ഷവർമ ഐസ്ക്രീം അഥവാ റെയിൻബോ ഐസ്ക്രീം. 5 തട്ടുകൾ അല്ലെങ്കിൽ 4 തട്ടുകളിലായാണ് ഷവർമ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൻഡിൽ വിവിധ ഫ്ലേവറുകളിലെ വെൽവെറ്റ് കേക്ക്, ഫ്രീസ് ചെയ്ത ഐസ്ക്രീം എന്നിവ തട്ടുകളായി അടുക്കി വയ്ക്കും. ശേഷം സിറപ്പ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഇവയ്ക്ക് മുകളിൽ ഒഴിക്കും. കൂടാതെ നട്ട്സ്, ബദാം, കോൺഫ്ലെക്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയും മേൽപ്പൊടിയായി ഷവർമ ഐസ്ക്രീമിലുണ്ട്. നിരവധി പേരാണ് ഷവർമ ഐസ്ക്രീം കഴിക്കുന്നതിനും ഫോട്ടോ പകർത്തുന്നതിനുമായി എത്തുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതിനും വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ, FB എന്നിവയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും എത്തുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ചങ്ങനാശ്ശേരി വടക്കേക്കര കുന്നേൽ അജീഷ് ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് ജോലി ചെയ്തിരുന്ന കമ്പനി പൂട്ടിപ്പോയതിനെ തുടർന്നാണ് നാട്ടിലേക്ക് തിരികെ എത്തിയത്. മറ്റ് ജോലികൾക്ക് ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുക എന്നതിലൂടെ ഹോട്ടൽ മേഖലയിലേക്ക് എന്ന ആശയത്തിലേക്ക് എത്തി. വാഴപ്പള്ളി സെൻട്രൽ സ്കൂളിനോട് ചേർന്ന് TV ഷോറൂമിന് നേരെ ഫ്രണ്ടിലാണ് കട. തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളം. അത് കൂടുതലായിട്ടും ഐസ്ക്രീമിൻ്റെ ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിലവിലിപ്പം റെയിൻബോ ഷവർമ ചെയ്യുന്നുണ്ട്. നേരത്തെ ഫുഡ് ഐസ്ക്രീമാണ് ചെയ്യുന്നത്. ഫുഡ് ഐസ്ക്രീം ഇപ്പോൾ എല്ലായിടത്തും അതിൻ്റെ ട്രെൻഡ് ഔട്ട് ആയപ്പോഴത്തേക്ക് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. റെയിൻബോ ഷവർമ ഓൾറെഡി നേരത്തെ ഉള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ഇവിടെ ആരെയും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ. കാര്യം ഫുഡ് ഐസ്ക്രീം ഇപ്പം ഒട്ടുമിക്ക എല്ലാ കടകളിലും ഉള്ളതാണ്. എല്ലാവരും കഴിക്കുകയും അതിൻ്റെ ടേസ്റ്റ് അറിയുകയെല്ലാം ചെയ്യും. വലിയ മുതൽ മുടക്കുകൾ ചെയ്യാത്തതിനാൽ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിനു സമീപം ചെറിയ ഒരു കടമുറി വാടകയ്ക്കെടുത്തു. ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കി. 6 മാസം മുൻപാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. രാജശേഖരനാണ് പിതാവ്, രാജലക്ഷ്മി അമ്മയും, ആതിരയാണ് സഹോദരി. നിരവധി പേർ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും സ്ഥാപനത്തിൽ സൗകര്യം കുറവായതിനാൽ ഉപഭോക്താക്കളുടെ പക്കൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിട്ടിരുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുത്തൻ വിഭവങ്ങൾ ഒരുക്കണമെന്നാണ് ആഗ്രഹമെന്ന് അജീഷ് പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ ആദ്യമായി ഫുഡ് ഐസ്ക്രീം ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഷോപ്പ് തിരിച്ചറിയുകയും ഒരുപാട് ആൾക്കാരെ വിളിക്കുകയും ഒരുപാട് അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുതുമയുള്ളൊരു ആഹാരം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കാണെങ്കിലും പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും വളരെ കൗതുകത്തോടെ വന്നാണ് കഴിച്ചത്. പിന്നെ സ്ഥലപരിമിതിയൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയ കടയാണ്. അത്യാവശ്യം ഒരു 6 പേർക്ക് 5 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഒരു സാമ്പത്തിക ചുറ്റുപാട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിച്ച് ചെയ്യണമെന്നും നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്ഥലപരിമിതവും പ്രശ്നം കൊണ്ട് ധാരാളം വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മോശപ്പെട്ട രീതിയിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. കാര്യം ആൾക്കാർക്ക് എല്ലാവർക്കും സമയമാണ് വലുത്. അവരുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ട് നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഡിലേ ആകുമ്പോഴത്തേക്ക് അത് കസ്റ്റമറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്ക് സാമ്പത്തിക ചുറ്റുപാടുണ്ടെങ്കിൽ വലിയൊരു കടയെ പറ്റി മുന്നോട്ട് എങ്ങനെ പോകുന്നതനുസരിച്ച് ദൈവം സഹായിക്കുകയാണെങ്കിൽ ഇതായിട്ട് ചെയ്യാം.